നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത നമ്മൾ സിമുലേറ്റർ സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുകയുണ്ടായി. സോ ആ സിമുലേറ്റർ സോഫ്റ്റ്വെയറിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ അതിൽ ഇന്ന് മുതൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ്. നമുക്ക് ഇതിൽ വരുന്ന കുറേയധികം മോഡുകളുണ്ട്. ആ മോഡുകളുടെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ യൂസേജ് എന്തൊക്കെയാണ്, എന്താണ് അതുകൊണ്ട് CNC മെഷീനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ജോഗ് മോഡ് എന്ന് പറയുന്ന മോഡിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജോഗ് മോഡ്, അതായത് ഇമ്പോർട്ടന്റ് മോഡ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. മോഡ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ മോഡുകളാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ അതിൽ ഒന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ് മോഡാണ്. ഈ ജോഗ് മോഡ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ജോഗ് മോഡ് യൂസ് ചെയ്യുമ്പോഴേക്കും അതിലെ ആക്സിസിന്റെ മൂവ്മെന്റ്സ് നമുക്ക് സാധ്യമാവും. അതുപോലെ രണ്ടാമത് വരുന്നത് സ്പിൻഡിൽ റൊട്ടേഷൻ. മൂന്നാമത് നമ്മൾ പറയുമ്പോൾ ടൂൾ ക്ലാമ്പ് ആൻഡ് അൺക്ലാമ്പ് നമുക്ക് ജോഗ് മോഡ് യൂസ് ചെയ്ത് ചെയ്യാം. അതുപോലെ തന്നെ നാലാമത് വരുന്നത് ജോഗ് മോഡിൽ നമുക്ക് ATC, അതായത് ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ ഉള്ള മെഷീനുകളിൽ ATCയുടെ കുറേയധികം ഫംഗ്ഷൻസ്, അതിന്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ജോഗ് മോഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ആക്സിസ് മൂവ്മെന്റ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ആക്സിസ് മൂവ്മെന്റ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എമർജൻസി റിലീസ് ചെയ്യുക, അതുപോലെ തന്നെ റഫറൻസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആക്സിസുകളെ റഫറൻസ് ചെയ്യുക. ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് കണ്ടിട്ട് വരിക. ഇനി ഇപ്പൊ നമ്മൾ റഫറൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു, മെഷീൻ ഓൾറെഡി ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നേരെ നമുക്ക് മെഷീനിൽ ഇനി ചെയ്യാനുള്ളത് ജോഗ് മോഡാണ്. നിങ്ങൾക്കറിയാം ജോഗ് മോഡിന്റെ സിമ്പൽ ഇവിടെ കാണാം നിങ്ങൾക്ക്. ജോഗ് എന്ന് പറയുന്ന മോഡിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തു. ഓക്കെ, ജോഗിൽ ഇട്ടപ്പോൾ ഞാനിപ്പോ ജോഗ് മോഡിലേക്ക് ഇട്ടു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതാണോ എന്ന് കൺഫേം ചെയ്യാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേയുടെ കോർണറിലൂടെ ജോഗ് എന്ന് കാണിക്കും. ഇത് ഫനോക്ക് സീരീസ് OMAT MCയുടെ കാര്യമാണ് പറയുന്നത്. എല്ലാത്തിനകത്തും ഇത് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ നമുക്ക് ജോഗ് എന്നുള്ള ഫംഗ്ഷൻ ജോഗ് തന്നെയായിരിക്കും. പക്ഷെ ഇവിടെയാണോ കാണിക്കുന്നത് എന്നുള്ളത്, ഇനി വേറെ എവിടെയെങ്കിലും ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ മെഷീനിൽ. ഇവിടെ എന്തായാലും നമുക്ക് ലെഫ്റ്റ് കോർണറിലായിരിക്കും ഫനോക്ക് സീരീസ് OMAT കാണിക്കുക. സോ ഇപ്പൊ ജോഗ് മോഡ് വന്നു. ജോഗ് മോഡിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ആക്സിസിന്റെ മൂവ്മെന്റ്സ് ആണ്. സോ ആക്സിസ് മൂവ്മെന്റ് ഞാൻ ഇവിടെ ഫസ്റ്റ് ഒന്ന് Z ആക്സിസ് സെലക്ഷൻ കൊടുക്കുകയാണ്. ജോഗ് മോഡിലാണ്. നമുക്ക് ഡയറക്ഷൻ മൂവ്മെന്റ് ആണ്. നമുക്ക് ഇവിടെ ഡയറക്ഷൻസ് ഉണ്ട്, എക്സ് പ്ലസ് അല്ലെങ്കിൽ പ്ലസ് ഡയറക്ഷൻ, മൈനസ് ഡയറക്ഷൻ. അതുപോലെ തന്നെ ഈ സെൻട്രൽ കാണുന്ന റാപ്പിഡ് ആണ്. ഇതിലൂടെ റാപ്പിഡ് ഓൺ ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് ഓൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ പ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആക്സിസിന്റെ മൂവ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, അത് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും നമുക്ക്, ഏത് ആക്സിസ് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇത് നമ്മൾ ഏതാണ് റാപ്പിഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് റാപ്പിഡ് വേണ്ട, നമ്മളുടെ കൺട്രോളിൽ കുറച്ചും കൂടെ സ്പീഡ് കുറയണം. റാപ്പിഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നെങ്കിൽ ഒന്നുകൂടെ പറയാം. റാപ്പിഡ് എന്ന് പറയുന്നത് മെഷീന്റെ മാക്സിമം ആക്സിസിന്റെ മൂവ്മെന്റ് സ്പീഡാണ്. സോ അത് നമുക്ക് ഇവിടെ എത്രയാണോ നിങ്ങളുടെ മെഷീനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലായിരിക്കും മൂവ് ചെയ്യുക. നമ്മുടെ മെഷീനിൽ റാപ്പിഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്വിച്ചസും അവൈലബിൾ ആണ്. അത് ഇത്ര പെർസെന്റേജ് എന്നുള്ളത് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. 0, 25, 50 എന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ പെർസെന്റേജിൽ നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യിക്കാൻ പറ്റും, റാപ്പിഡിനെ കൺട്രോൾ ചെയ്യാം. ഇനി അതല്ല, നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റാപ്പിഡിനെ അല്ലെങ്കിൽ ഫീൽഡ് മൂവ്മെന്റ് നമുക്ക് കൊടുത്ത് മൂവ് ചെയ്യിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വിഷ്വലി നമുക്ക് കറക്റ്റ് ആയിട്ട് ആ മൂവ്മെന്റ് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് അതിന്റെ മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കും. ഞാൻ Z ആക്സിസ് ഒന്നുമില്ല, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മൂവ് ചെയ്യുന്നത് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പം ആക്സിസുകളുടെ മൂവ്മെന്റ് രണ്ട് രീതിയിൽ ചെയ്യാം. ജോഗ് മോഡിൽ ഇടുക, റാപ്പിഡ് നിങ്ങൾ ഓൺ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് മൈനസ് ഡയറക്ഷൻ മെഷീന്റെ മാക്സിമം സ്പീഡിൽ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. മറിച്ച് നിങ്ങൾക്ക് ഫീഡിൽ മൂവ് ചെയ്താൽ മതി എങ്കിൽ നിങ്ങൾ ഇവിടെ ജോഗിന്റെ ഫീഡ് റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു നോബ് ഉണ്ട്. ഇത് നിങ്ങൾ എത്ര പെർസെന്റേജിൽ ഇടുന്നോ അത്രയും പെർസെന്റേജിൽ നമുക്ക് മെഷീന്റെ മാക്സിമം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് ഓടിക്കണമെങ്കിൽ അതും ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഫീഡ് നോബ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത് നമുക്ക് സ്പിൻഡിൽ റൊട്ടേഷൻ ആണ്. സ്പിൻഡിലിന്റെ മൂവ്മെന്റ് ആണ് പറയുന്നത്. ഇത് ഞാനിവിടെ സ്പിൻഡിൽ കറങ്ങുന്ന ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടൂൾ ലോഡ് ചെയ്യാം.
ജസ്റ്റ് നമ്മളൊരു ടൂൾ ഇപ്പം ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇതിന്റെ സ്പിൻഡിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോകണം, അത് കറക്കാൻ പോവാണ്. നിങ്ങൾക്ക് അറിയാം സ്പിൻഡൽ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ജോഗ് മോഡിൽ സ്പിൻഡിൽ കറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സ്പിൻഡിൽ കറങ്ങാനുള്ള സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കറങ്ങില്ല. നോക്കിയാൽ ജോഗ് മോഡിലാണ് സ്പിൻഡിൽ കറങ്ങാനുള്ള ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈ കാണുന്ന കോർണർ കാണുന്ന ഈ രണ്ട് സ്വിച്ചുകളാണ്. സോ ഇത് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇപ്പൊ കറങ്ങുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ജോഗ് മോഡ് കൊണ്ട് എങ്ങനെ സ്പിൻഡിൽ കറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ്ലി നമ്മളൊരു പ്രോഗ്രാം ഈ മെഷീനിൽ റൺ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ ഒരു പ്രോഗ്രാം കൊടുക്കുകയാണ് M03 ക്ലോക്ക് വൈസിൽ ഒരു 2500 കറങ്ങാനുള്ള ഒരു കമാൻഡ് ഞാൻ റൺ ചെയ്യാണ്. ഇപ്പൊ ഇത് സ്പിൻഡിൽ കറങ്ങുന്നുണ്ട്. ഓക്കെ, ഞാനിത് കമാൻഡ് കൊടുത്തത് ഓഫ് ചെയ്തു. ഇപ്പൊ സ്പിൻഡിൽ ഓഫാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പ്രോഗ്രാം റൺ ചെയ്ത് സ്പിൻഡിൽ കറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ജോഗ് മോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് ക്ലോക്ക് വൈസിലോ ആന്റി ക്ലോക്ക് വൈസിലോ നമുക്ക് കറക്കാൻ സാധിക്കും. അപ്പൊ പ്രീവിയസ്ലി ഒരു പ്രോഗ്രാം റൺ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ജോഗ് ഫംഗ്ഷൻ കൊണ്ട് നമുക്ക് സ്പിൻഡിൽ കറക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതില്ലാതെ നിങ്ങൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ മെഷീൻ ഓൺ ചെയ്തു ഡയറക്റ്റ് സ്പിൻഡിൽ ബാക്കി അലാംസ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് നിങ്ങൾ ജോഗ് മോഡിൽ ഇട്ടു എന്ന് വിചാരിക്കുക. സ്പിൻഡിൽ കറക്കാൻ നോക്കിയാൽ സ്പിൻഡിൽ കറങ്ങില്ല. കാരണം പ്രീവിയസ്ലി നമ്മൾ ഒന്നെങ്കിൽ മാനുവലായിട്ട് സ്പിൻഡിൽ കറക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്പീഡിൽ നമുക്ക് കറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ സ്പീഡിൽ നമുക്ക് പിന്നെ കൂട്ടാനും സാധിക്കും. അതിൽ നിന്ന് നമുക്ക് കുറച്ച് കൊണ്ടുവരാനും സാധിക്കും. നമ്മൾ 2500 ഇട്ടത്, അത് നിങ്ങളിവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, നേരെ അതിന്റെ ഡൗൺ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ജോഗ് മോഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ടൂൾ ക്ലാമ്പ് ആൻഡ് അൺക്ലാമ്പ് ആണ്. നമുക്കിവിടെ ടൂൾ ക്ലാമ്പ് ആൻഡ് അൺക്ലാമ്പ് നോർമൽ നമ്മളൊരു മെഷീനില് ജോഗ് മോഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ക്ലാമ്പ് അൺക്ലാമ്പ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഒരു ക്ലാമ്പ് അൺക്ലാമ്പ് ഒരു സ്വിച്ച് ഇവിടെ ഉണ്ടാവും. ഇത് നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് അത് ഇൻഡിക്കേഷൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഈ മൗസ് പോയിന്റർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ക്ലാമ്പ് ആൻഡ് അൺക്ലാമ്പിങ്ങിന്റെ ഒരു പുഷ് ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് പുഷ് ചെയ്യുന്ന സമയത്ത് ജോഗ് മോഡ് ഓൺ ആയിരിക്കണം. ജസ്റ്റ് പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൂള് അൺക്ലാമ്പ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ടൂള് റിലീസ് ചെയ്ത് നമ്മളുടെ കയ്യിലേക്ക് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ രണ്ടാമത് പുഷ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും ടൂൾ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് കൈ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൂള് ക്ലാമ്പ് ആവും. ഓക്കെ, അങ്ങനെ രീതിയിൽ നമുക്ക് ടൂള് അൺക്ലാമ്പും ക്ലാമ്പും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കൺട്രോൾ ബോർഡിൽ ഇവിടെ, അതായത് ഈ ഒരു സീരീസ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇവിടുന്ന് മൂന്നാമത്തെ സ്വിച്ച്, ഫസ്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഒന്നും ഇൻഡിക്കേഷൻ കാണിച്ചിട്ടില്ല, ഇതിൽ അവർ കൊടുത്തിട്ടില്ല. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓപ്പറേറ്റർ സൈഡിൽ കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലാത്തത് കൊണ്ട് ഇവിടെ കാണിച്ചിട്ടില്ലെന്ന് മാത്രം. ഇവിടെ നമുക്ക് ആദ്യത്തത് നോർമലി കൂളന്റ് ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് ആണ് ഈ OIMate സീരീസിൽ ഫസ്റ്റ് വരിക. രണ്ടാമത്തത് ലൈറ്റ് ആണ്. മൂന്നാമത്തത് വരുന്നതാണ് ക്ലാമ്പ് ആൻഡ് അൺക്ലാമ്പ്. ഇത് ഇസഡ് ഓവർ ട്രാവൽ ആണ്. ഞാൻ ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ജസ്റ്റ് അതിന്റെ ഒരു കൺട്രോൾ പാനലിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഒന്ന് ഇവിടെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ക്ലാമ്പ് ആൻഡ് അൺക്ലാമ്പിന്റെ ഇവിടത്തെ ഒരു സ്വിച്ച് കംപ്ലൈന്റ് ആയാൽ നമുക്ക് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ലാമ്പ് ആൻഡ് അൺക്ലാമ്പ് നടത്താൻ വേണ്ടിയിട്ട് ഇതിലും ഒരു സ്വിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് ജസ്റ്റ് ഓൺ ആക്കിയതിനു ശേഷം ആ ക്ലാമ്പ് ആൻഡ് അൺക്ലാമ്പിന്റെ സ്വിച്ച് നിങ്ങൾ പ്രസ് ചെയ്താൽ ഇവിടുന്ന് ടൂൾ റിലീസ് ചെയ്ത് കിട്ടും. ഇവിടെ എങ്ങനെയാണ് പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് കിട്ടുന്നത് അതേ രീതിയിൽ തന്നെ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, ടൂൾ ഊരി കിട്ടും. ദെൻ അതിനുശേഷം നിങ്ങൾ പുതിയ ടൂൾ കൊണ്ടുവയ്ക്കുമ്പോഴും ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, ടൂൾ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിൽ നിന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വിച്ചിൽ നിന്ന് കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാമ്പ് ആകുകയും ചെയ്യും. അപ്പൊ സോ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ക്ലാമ്പ് ആൻഡ് അൺക്ലാമ്പ് നമുക്ക് പുഷ് ബട്ടൺ യൂസ് ചെയ്ത് ചെയ്യാം, അതുപോലെ തന്നെ കൺട്രോൾ പാനലിലെ ക്ലാമ്പ് ആൻഡ് അൺക്ലാമ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നാലാമത് വരുന്നതെന്ന് പറയുന്നത് ജോഗ് മോഡില് ATC, അതായത് ATC എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ റൗണ്ട് ഷേപ്പിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്, ചിലത് ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ടയറിന്റെ എങ്ങനെയാണോ വണ്ടിയിൽ പിടിപ്പിക്കുന്ന അതേ രീതിയിലും, ചിലത് നമ്മളുടെ കൊടയുടെ രീതിയിൽ താഴേക്കുമായിരിക്കും. ഇത് നേരെ ടേബിളിനെ ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും, വർക്ക് ടേബിളിനെ ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ താഴേക്കായിരിക്കും ടൂൾ നിൽക്കുക. ഇതിപ്പോ ലെഫ്റ്റ് സൈഡിലേക്ക് നിൽക്കുന്നതായിട്ടാണ്, മറ്റേത് നേരെ താഴേക്ക് നമ്മളുടെ എന്താ പറയാ ബെഡിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കമഴ്ന്നായിരിക്കും ATC ഇരിക്കുക.
സോ ഈ സമയത്ത് നമുക്ക് ATCയുടെ മൂവ്മെന്റ്, ഇതിപ്പോ ആം ടൈപ്പ് ആണ്. ആം ടൈപ്പ് അല്ലാത്ത നമ്മളുടെ ഈ OMAT സീരീസിലെ ആം ടൈപ്പ് അത് ഓരോ മെഷീനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമുക്ക് കൺട്രോളിനെ ബേസ് ചെയ്തിട്ടല്ല ഇതിന്റെ ATC കാര്യങ്ങളൊക്കെ വരുന്നത്. കൺട്രോളുമായിട്ട് റിലേഷൻ ഒന്നുമില്ല. നമ്മൾ ടൂൾ കോളിംഗ് ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പ് ആണെങ്കിലും അതിൽ നിന്ന് ടൂളിനെ എടുത്ത് റിലീസ് ചെയ്ത് കൊണ്ടുവയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ ഓരോന്നിലും സെയിം തന്നെയായിരിക്കും പ്രൊസീജിയർ നടക്കുക. പക്ഷെ ഇതിന്റെ ഷേപ്പ്, ലൊക്കേഷൻ ചെയ്തിരിക്കുന്നതൊക്കെ പലതും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം OMAT MCയിൽ നമ്മളുടെ മെഷീനിൽ കിടക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ ഇപ്പം ഇങ്ങനെയാണ് നമ്മളുടെ എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനതൊരു പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പം അതില് ATCയുടെ ഫോർവേഡ് ബാക്ക്വേഡ് മൂവ്മെന്റ് ഉണ്ട്. അതായത് ഇവിടെ ആം ടൈപ്പില് ആം ആയിരിക്കും ടൂളിനെ പിക്ക് ചെയ്യുന്നതും ലോഡ് ചെയ്യുന്നതും എല്ലാം. അവിടെ എന്ന് പറഞ്ഞാൽ ATC മൂവ് ചെയ്ത് വന്നിട്ടാണ് നമുക്ക് ടൂളിനെ ക്ലാമ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ പുതിയത് ലോഡ് ചെയ്ത് കൊടുക്കുന്നതും എല്ലാം ATC ആണ്. അപ്പം ചില സാഹചര്യങ്ങളിൽ വല്ല പവർ സപ്ലൈ ഫെയിലിയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്ലാമ്പിംഗ് സമയത്ത് ടൂളിന് അല്ലെങ്കിൽ നമ്മളുടെ ATCക്ക് റിവേഴ്സ് പോകാനോ അല്ലെങ്കിൽ ഫോർവേഡ് മൂവ് ചെയ്യിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ജോഗ് മോഡ് ഫംഗ്ഷൻ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ അല്ലാത്ത കുറച്ച് സ്വിച്ചുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ ATC ഫോർവേഡും ATC ബാക്ക്വേഡും ഉണ്ട്. അതിൽ ആ മൂവ്മെന്റ് രണ്ട് ചെയ്യിക്കാൻ നമ്മൾ ജോഗ് മോഡ് ഫംഗ്ഷനിൽ ഇട്ടതിന് ശേഷമാണ് ATC ഫോർവേഡ് ബാക്ക്വേഡ് സ്വിച്ചുകൾ ഞെക്കിയിട്ട് ATCനെ മൂവ് ചെയ്യിക്കുന്നത്. സോ അതുപോലെ തന്നെ ATCയില് ടൂളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻസ് നമുക്ക് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതും ഈ പറഞ്ഞ ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന രണ്ട് സ്വിച്ചുകളിൽ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ATC റൊട്ടേഷൻ ഉണ്ട്. ടൂളിന്റെ കാര്യമല്ല പറഞ്ഞത്, സ്പിൻഡിലും അല്ല. ATCയുടെ റൊട്ടേഷൻ നമുക്ക് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് മൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ അടുത്ത ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, ഇൻഡെക്സ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ജോഗ് മോഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഒരു ജോഗ് മോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഓരോ വീഡിയോകളിൽ നമ്മൾ ഓരോ മോഡുകളുടെയും എക്സ്പ്ലനേഷനുമായിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ വീഡിയോ മാക്സിമം നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം അത് കാണാനായിട്ട് 10 മിനിറ്റ് വീഡിയോ എങ്കിൽ നിങ്ങൾക്കറിയാം അത് 10 മിനിറ്റ് ആണ്. ആ വീഡിയോ 10 മിനിറ്റും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമ്മളൊരു സിനിമ കണ്ടുപോകുന്ന ലാഘവത്തിൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ കാണാതിരിക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ആയിട്ടിരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് അത് പിക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓടിച്ചിട്ട് പല സ്ഥലങ്ങളിലും പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മിസ്സാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം സ്പെൻഡ് ചെയ്യുക. ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ കാണാനായിട്ട് ഇരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും അഡ്മിഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ നമ്പർ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം, നിങ്ങൾക്ക് വിളിക്കാം, ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.